ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ഹല്ലേലൂയ, രക്തത്താൽ ജയം ജയം, യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ഹല്ലേലൂയ, രക്തത്താൽ ജയം ജയം, യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. സൗഖ്യദായകൻ യഹോവ റാഫയാകയാൽ ഒന്നുമേ ഭയന്നിടാതെ പോയിടും. എന്റെ സൗഖ്യദായകൻ യഹോവ റാഫയാകയാൽ ഒന്നുമേ ഭയന്നിടാതെ പോയിടും. രോഗഭീതിയിൽ ഇനി രക്തമെന്റെ കോട്ടയാൽ നിർഭയം നിരാമയം വസിക്കും ഞാൻ. രോഗഭീതിയിൽ ഇനി രക്തമെന്റെ കോട്ടയാൽ നിർഭയം നിരാമയം വസിക്കും ഞാൻ. ഹല്ലേലൂയ, രക്തത്താൽ ജയം ജയം, യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ഹല്ലേലൂയ, രക്തത്താൽ ജയം ജയം, യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. കരുതിടാമെന്നേറ്റവൻ യഹോവയിരയാകയാൽ വരുവതൊന്നിലും ഭയപ്പെടില്ല ഞാൻ. കരുതിടാമെന്നേറ്റവൻ യഹോവയിരയാകയാൽ വരുവതൊന്നിലും ഭയപ്പെടില്ല ഞാൻ. കരുതിടുമെനിക്കവൻ വേണ്ടതെല്ലാം അനുദിനം നിർഭയം നിരാമയം വസിക്കും ഞാൻ. കരുതിടുമെനിക്കവൻ വേണ്ടതെല്ലാം അനുദിനം നിർഭയം നിരാമയം വസിക്കും ഞാൻ. ഹല്ലേലൂയ, രക്തത്താൽ ജയം ജയം, യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ഹല്ലേലൂയ, രക്തത്താൽ ജയം ജയം, യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എപ്പേർപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമതുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ, നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് നമ്മുടെ രാജ്യത്തിന് ലഭിച്ചതായ സ്വാതന്ത്ര്യം, നാം ഇപ്പോൾ അനുഭവിക്കുന്നതായ മതസ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ഇവയൊക്കെയാണ്. എന്നാൽ നാം വായിച്ചു കേട്ട വേദവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായ സ്വാതന്ത്ര്യം ദൈവം മനുഷ്യർക്ക് നൽകുന്നതായ സ്വാതന്ത്ര്യമാണ്. ക്രിസ്തു നൽകുന്നതായ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല, അതൊരു ആന്തരിക സ്വാതന്ത്ര്യമാണ്. ലോക മനുഷ്യൻ നോക്കുമ്പോൾ ആത്മീയ ജീവിതം സ്വാതന്ത്ര്യമുള്ള ജീവിതമായിട്ട് തോന്നുകയില്ല. എന്നാൽ
ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം സ്വാതന്ത്ര്യമുള്ള ജീവിതമാണ്, ആനന്ദമുള്ള ജീവിതമാണ്, സുരക്ഷിതത്വമുള്ള ജീവിതമാണ്. കർത്താവായ യേശു ക്രിസ്തു അരുത് എന്ന് പറഞ്ഞതായ കൽപ്പനകൾ ഒരു ലോക മനുഷ്യൻ വായിച്ചാൽ, ശ്രദ്ധിച്ചാൽ അത് സ്വാതന്ത്ര്യം ഹനിക്കുന്നതായിട്ടേ തോന്നുകയുള്ളൂ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, കോപിക്കരുത്, ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്, ദുർനടപ്പോ അത്യാഗ്രഹമോ യാതൊരു അശുദ്ധിയോ നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. മുഷിഞ്ഞു പോകരുത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നല്ല വാക്കല്ലാതെ യാതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഇതെല്ലാം അരുത്, റെസ്ട്രിക്ഷൻസാണ്. ഒരു ലോക മനുഷ്യൻ ഇത് കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഇതെന്തോ ഒരു ജീവിതം, സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം എന്ന് തീർച്ചയായിട്ടും ചിന്തിച്ചു പോകും. എന്നാൽ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിശാലമായ സ്വാതന്ത്ര്യമുള്ള ജീവിതമാണ്. ആ സ്വാതന്ത്ര്യമുള്ളിലാണ് ഇടുക്കവും ഞെരുക്കമുള്ള പാതയാണ്. തന്നെത്താൻ ത്യജിച്ച് തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിഞ്ഞ് സ്വന്തം ജീവനെ കൂടി പകച്ച് നാൾതോറും ക്രൂശ് എടുത്തുകൊണ്ട് പോകുന്നതായ ഈ പാത ഒരു ദൈവത്തിനത് വിശാലമായ ഒരു രാജവീതിയാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസും ശീലാസും തടവറയിലായിരുന്നു, കാരാഗൃഹത്തിലായിരുന്നു. അവരുടെ ശരീരം ബന്ധനത്തിലാണ്, കൈകൾ ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുകയാണ്. എന്നാൽ അവരുടെ ഉള്ളിൽ ഈ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, ഈ വിശാലതയുണ്ടായിരുന്നു, ഈ ശാന്തതയുണ്ടായിരുന്നു, ഈ സമാധാനമുണ്ടായിരുന്നു. അതാണ് ക്രിസ്തു തരുന്നതായ സ്വാതന്ത്ര്യം. ദൈവത്തിന് സ്തോത്രം. എന്തിൽ നിന്നാണ് ഈ സ്വാതന്ത്ര്യമെന്ന് നാം വായിച്ച വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടെ ആ വാക്യം വായിച്ച് കേൾക്കാം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അടിമനുഖത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്, ഒരു അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ അടിമത്തം? മനുഷ്യൻ അകപ്പെട്ടു പോയിരിക്കുന്നതായ, കുടുങ്ങിപ്പോയിരിക്കുന്നതായ ഈ അടിമത്തം ഏതാണ്? ദൈവത്തിൻ്റെ വചനം തന്നെ ഇത് പറയുന്നുണ്ട്. 3 അടിമത്തങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്. ഒന്ന്, എബ്രായകൃത ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, മരണഭയത്തിൻ്റെ അടിമത്വം. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നൊക്കെയും അവൻ വിടുവിച്ചു. മരണഭീതിയുടെ അടിമത്വം. മനുഷ്യജാതിയൊക്കെയും മരണഭീതിയിലാണ്. ലോകമനുഷ്യൻ മരണത്തെ ഭയപ്പെടുന്നു. എത്ര കഴിവുള്ള വ്യക്തിയാണേലും, എത്ര ബുദ്ധിശാലിയാണേലും, എത്ര ആരോഗ്യമുള്ള വ്യക്തിയാണേലും, എത്ര ധൈര്യശാലിയാണെങ്കിലും അവൻ മരണത്തെ ഭയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു ദൈവ പൈതൽ, ഒരു വിശ്വാസി, അവൻ മരണത്തെ ഭയപ്പെടുകയില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വെല്ലുവിളിച്ചത് മരണത്തെ. ഹേ മരണമേ, എന്നിൻ്റെ ജയം എവിടെ? പാതാളമേ, എന്നിൻ്റെ വിഷമുള്ള എവിടെ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാകുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടിയിരിക്കുന്നത് എനിക്ക് അത്യന്തം ശ്രേഷ്ഠമാകുന്നു, അത്യന്തം കാംക്ഷിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഒന്നാമത്തത് മരണഭയത്തിൻ്റെ അടിമത്വം. രണ്ടാമത് പത്രോസ്ലീഹയുടെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. നാശത്തിൻ്റെ അടിമകൾ. ലോകമെന്ന് നാശത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. യുവതലമുറ എന്ന നാശകരമായ കുഴിയിൽ താണുകൊണ്ടിരിക്കുകയാണ്. നിത്യനാശമായ നരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കന്നുകാലികളെ അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്ന പോലെ പിശാച് അവൻ്റെ അടിമത്വത്തിലാക്കി നിത്യനാശത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. നാശത്തിൻ്റെ അടിമകൾ. മൂന്നാമത്തെ അടിമത്വം നാം വായിക്കുന്നത് റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലാണ്. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ട, പാപത്തിൻ്റെ അടിമത്വം. യജമാനൻ പാപം, ആ പാപത്തിൻ്റെ അടിമത്വം. ദൈവത്തിന് സ്തോത്രം. വാസ്തവത്തിൽ ആദ്യം പറഞ്ഞതായ മരണഭീതി അടിമത്വവും നാശത്തിൻ്റെ അടിമത്വവും എല്ലാം
ഈ പാപത്തിൻ്റെ അടിമത്തത്തിൻ്റെ അനന്തരഫലങ്ങളാണ്. മനുഷ്യർ പാപത്തിൻ്റെ അടിമകളായി ജീവിക്കുന്നു. മദ്യപാനത്തിൻ്റെ അടിമകൾ, ദുർനടപ്പിൻ്റെ അടിമകൾ, ദുർവിചാരങ്ങളുടെ അടിമകൾ, ദുശ്ചിന്തകളുടെ അടിമകൾ, കോപത്തിൻ്റെ അടിമകൾ, സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിൻ്റെയും ഉന്നത ഭാവത്തിൻ്റെയും അടിമകൾ. മനുഷ്യൻ ഏതിനോട് തോൽക്കുന്നോ അതിന് അടിമയാകുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമകാലത്ത് 2 തരത്തിലുള്ളതായ ജോലിക്കാരുണ്ട്. ഒന്ന് കൂലിക്കാർ അല്ലെങ്കിൽ വേലക്കാർ. 2 ദാസന്മാർ അല്ലെങ്കിൽ അടിമകൾ. കൂലിക്കാർ അവർ കൂലിക്ക് വേണ്ടി യജമാനെ സേവിക്കുന്നവരാണ്. ഒരു ദിവസത്തെ ജോലി കഴിഞ്ഞു പറഞ്ഞൊത്തിരുന്നതായി കൂലി വാങ്ങിച്ച് അവർ പോകുന്നു. യജമാനുമായിട്ട് അവർക്ക് യാതൊരു ആത്മബന്ധവുമില്ല. കൂലിക്ക് വേണ്ടി യജമാനോട് തർക്കിക്കുവാനും വാദിക്കുവാനും വിമർശിക്കുവാനും ഒക്കെ ഉള്ളതായ സ്വാതന്ത്ര്യം കൂലിക്കാരനുണ്ട്, വേലക്കാരനുണ്ട്. അവൻ യജമാനൻ്റെ അടിമയല്ല, അവൻ കൂലിക്കാരനാണ്. എന്നാൽ അടിമ അല്ലെങ്കിൽ ദാസന്മാർ അവർ യജമാൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവർക്ക് സ്വാതന്ത്ര്യമില്ല, അവർക്ക് സ്വന്തമായ അവകാശവാദങ്ങളില്ല, സ്വന്തം ഇഷ്ടങ്ങളില്ല. അവർ യജമാനൻ്റെ അടിമകളാണ്. അവർക്ക് കൂലിയില്ല. യജമാനൻ പറയുന്നത് യജമാനെ അനുസരിച്ച് ജീവിക്കുക. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. പാപത്തിൻ്റെ ദാസൻ. പൗലോസ്ലീഹാണത് പറയുന്നത്. പാപത്തിൻ്റെ ദാസൻ. യജമാനൻ, എൻ്റെ യജമാനൻ പാപമാണ്. പാപം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ അധിപതിയായ പിശാച്. ഞാൻ പിശാചിൻ്റെ അടിമയാണ്. പിശാചിനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നു. രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഈ അടിമത്വം, മനുഷ്യാദി വഴി അടിമത്വത്തിലായിപ്പോയത് എങ്ങനെയാണ് പ്രിയമുള്ളവർ? അതും ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. ആദ്യ മനുഷ്യരായ ആദാമും ഹവ്വയും ഒരു ചതിയിൽപ്പെട്ടത് മൂലമാണ് മനുഷ്യജാതി മുഴുവനും ഈ അടിമത്വത്തിൽ, പാപത്തിൻ്റെ അടിമത്വത്തിൽ, പിശാചിൻ്റെ അടിമത്വത്തിലായിപ്പോയത്. തന്ത്രശാലിയായ കൗശലക്കാരനായ പിശാച് ഹവ്വായോട് ചോദിച്ചു, എന്തിന് ഇങ്ങനെ ഈ അടിമത്വത്തിൽ ജീവിക്കണം? തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ദൈവത്തോട് അനുവാദം ചോദിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എന്തിനിങ്ങനെ ജീവിക്കണം? നന്മ തിന്മകളെ സ്വയമായിട്ട് തിരിച്ചറിഞ്ഞ് സ്വതന്ത്രമായിട്ട് ജീവിച്ചുകൂടെ? ദൈവത്തെ പോലെ ആയി ജീവിച്ചുകൂടെ എന്ന് സാത്താൻ ഹവ്വയോട് ചോദിച്ചു. ഹവ്വ ആ ഫലം പറിച്ചു തിന്നു, പാപം ചെയ്തു, പാപത്തിൻ്റെ അടിമയായി തീർന്നു, പിശാചിൻ്റെ അടിമയായി തീർന്നു. സകലത്തെയും അടക്കി വാണിരുന്നതായ ആദം ഹവ്വയും അവരെ ലോകവും പാപവും അടക്കി വാഴുവാൻ തുടങ്ങി. അങ്ങനെയാണ് മനുഷ്യജാതി മുഴുവനും അടിമത്തിലേക്ക് നീങ്ങിയത്. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടുകളാൽ അനേകർ പാപികളായി തീർന്നു. ഇങ്ങനെ ഏക മനുഷ്യനാൽ പാപവും, പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും ദൈവ തേജസ്സില്ലാതെ പാപികളായി തീർന്നു. മനുഷ്യജാതിയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ പാപത്തിൻ്റെ അടിമത്തത്തിലായിപ്പോയതാണ്. പിശാച് ഇന്നും മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപം ചെയ്യുന്തോറും ഈ അടിമത്തം മുറുകി വരികയാണ്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ. ഈ അടിമത്വത്തിൽ നിന്ന്, ഈ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്, പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് സാക്ഷാൽ സ്വാതന്ത്ര്യം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന് 36-ാമത്തെ വാക്യം, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പുത്രൻ തരുന്ന സ്വാതന്ത്ര്യം ഇതാണ്. അതാണ് സാക്ഷാൽ സ്വാതന്ത്ര്യം. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ദൈവത്തിന് സ്തോത്രം. ഈ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നേടിത്തന്നതാണ്. ദൈവം വലിയ വില കൊടുത്ത് നേടിത്തന്നതാണ്. ദൈവം എങ്ങനെയാണ് അത് നേടിത്തന്നത്? റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. മനുഷ്യന് ഈ അടിമത്തിൽ നിന്ന് സ്വതന്ത്രനാകാൻ ഒരിക്കലും കഴിയുകയില്ല. മനുഷ്യനാൽ അസാധ്യമാണ്. ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിപ്പാൻ തൻ്റെ പുത്രനെ
പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും ദൈവം ലോകത്തിലേക്ക് അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. മനുഷ്യവർഗത്തിൻ്റെ സകല പാപങ്ങൾക്കും പരിഹാരം കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നേടിയെടുത്തു. സകല മനുഷ്യരെയും പാപം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. യേശുക്രിസ്തു ക്രൂശിൽ ചിന്തിയ രക്തത്താൽ പാപത്തിന്മേൽ ജയമുണ്ട്, പാപത്തിന്മേൽ സ്വാതന്ത്ര്യമുണ്ട്. ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു ജയോത്സവം കൊണ്ടാടി സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കി. സകലവും നിവൃത്തിയായി എന്നുള്ളതായ ആ വചനം അതൊരു വിജയ കാഹളമായിരുന്നു, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു. മനുഷ്യൻ പാപത്തിൻ്റെ അടിമത്തിൽ നിന്നും വിടുവിക്കാൻ വേണ്ടി ദൈവം സകലതും കാൽവറി ക്രൂശിൽ പൂർത്തിയാക്കി. ക്രൂശിൽ സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കി. യേശുവിൻ്റെ രക്തത്താൽ പാപത്തിന്മേൽ വിടുതലുണ്ട്. യേശുവിൻ്റെ ആത്മാവിനാൽ പാപത്തിന്മേൽ സ്വാതന്ത്ര്യമുണ്ട്. ഈ സത്യം നാം അറിഞ്ഞാൽ ഈ സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. ദൈവത്തിന് സ്തോത്രം. ഈ സ്വാതന്ത്ര്യം സകല മനുഷ്യർക്കും പ്രാപിക്കാം. സകലർക്കും വേണ്ടി കർത്താവായ യേശുക്രിസ്തു നേടിയെടുത്തതായ സ്വാതന്ത്ര്യം ഏതൊരു പാപിക്കും ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ സ്വാതന്ത്ര്യം ലഭിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായി 2 നിലവിളികൾ നമ്മിൽ നിന്ന് ഉയരണം. പൗലോസ് പറഞ്ഞ ആ കാര്യങ്ങളാണ് ഞാനത് പറയുന്നത്. 2 നിലവിളി, 2 കരച്ചിൽ. ഒന്ന്, ഞാൻ പാപിയാണ്, ഞാൻ പാപത്തിൻ്റെ അടിമത്വത്തിലാണ്, ഞാൻ പിശാചിൻ്റെ അടിമത്വത്തിലാണ്, എൻ്റെ ആത്മാവ് കാരാഗ്രഹത്തിലാണ് എന്നുള്ളതായ സത്യം തിരിച്ചറിയുക. ദൈവവചനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പാപബോധം ലഭിക്കുക. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുക. എൻ്റെ യഥാർത്ഥ അവസ്ഥ എന്തെന്ന് ഞാൻ തിരിച്ചറിയുക. ആ അവസ്ഥ തിരിച്ചറിഞ്ഞാൽ എന്നിൽ അന്ധകാരമാണ്, എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല, എന്നിൽ നിന്ന് നന്മ വരികയില്ല, ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനാണ്, ഞാൻ അടിമയാണ്, പാപത്തിൻ്റെ അടിമയാണ് എന്നുള്ളതായ തിരിച്ചറിവുണ്ടായാൽ നമ്മിൽ നിന്നും ഒരു കരച്ചിൽ ഉയരും. പൗലോസ് കരഞ്ഞതുപോലെ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നുള്ള കരച്ചിൽ. അതാണ് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കാനുള്ള ഒന്നാമത്തെ പടി. 2ാമത്തെ പടി വേറൊരു കരച്ചിലാണ്. ഈ തിരിച്ചറിവുണ്ടായാൽ ഞാൻ പാപിയാണെന്നുള്ള തിരിച്ചറിവ്, ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനാണെന്നുള്ള തിരിച്ചറിവ്, ഞാൻ പിശാചിൻ്റെ അടിമത്തത്തിലാണെന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവ് കിട്ടി, എന്നാൽ ഇത് അസാധ്യമാണ്, ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാൻ എനിക്ക് സാധിക്കുകയില്ല, എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ പ്രയത്നം കൊണ്ടോ എൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ എൻ്റെ നന്മ പ്രവൃത്തികൾ കൊണ്ടോ ഒന്നുകൊണ്ടും ഇത് അസാധ്യമാണ്, എന്നെക്കൊണ്ട് ഇത് സാധിക്കുകയില്ല എന്നുള്ളതായ തിരിച്ചറിവ് ആണ് 2ാമത്തെ തിരിച്ചറിവ്. ആ തിരിച്ചറിവ് വന്നാൽ 2ാമത്തെ നിലവിളി നമ്മിൽ നിന്ന് ഉയരും. ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഈ 2 കരച്ചിലാണ് പൗലോസ്ലീഹയുടെ ജീവിതത്തിലുണ്ടായത്. ഒന്ന്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നുള്ള പാപബോധത്തിൻ്റെ അനുതാപത്തിൻ്റെ കരച്ചിൽ. 2, അയ്യോ എനിക്കിത് അസാധ്യം, എന്നാൽ അസാധ്യം, എനിക്ക് സാധിക്കുന്നില്ല. നന്മ ചെയ്യണമെന്ന് തന്നെ ആഗ്രഹമുണ്ട്, പക്ഷേ തിന്മ ചെയ്തു പോകുന്നു, സാധിക്കുന്നില്ല, എന്നാൽ അസാധ്യം, എനിക്ക് സ്വന്തമായിട്ട് ഈ പാപത്തിൽ നിന്നും വിടുതൽ നേടുവാൻ സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചു വരുമ്പോൾ ഈ മരണത്തിനധികം ശരീരത്തിന് ആര് വിടിവിക്കുന്നുള്ളതായ കരച്ചിൽ വരും. ദൈവത്തിന് സ്തോത്രം. 3ാമത്തെ പടി എന്ന് പറയുന്നത്, ഇങ്ങനെ കരയുന്നവർ, നിലവിളിക്കുന്നവർ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴും, ദൈവസന്നിധിയിൽ കീഴ്പ്പെടും, ദൈവസന്നിധിയിൽ സമർപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. അവയവങ്ങളെ പാപത്തിന് സമർപ്പിച്ചിരുന്നു, എങ്ങനെ സമർപ്പിച്ചിരുന്നു അതുപോലെ നിങ്ങൾ അവയവങ്ങളെ നീതിക്ക് അടിമകളാക്കി ദൈവത്തിന് സമർപ്പിക്കുക. ദൈവസന്നിധിയിൽ അനുതാപത്തോടെ നിലവിളിക്കുന്നവർ ഈ സമർപ്പണം അവരുടെ ഉള്ളിൽ വരും. ദൈവത്തിന് സ്തോത്രം. അവർ ദൈവസന്നിധിയിൽ കീഴ്പ്പെടും, ദൈവസന്നിധിയിൽ താണിരിക്കും. ദൈവത്തിന് സ്തോത്രം. 4ാമത്, ഇങ്ങനെ സമർപ്പിക്കുന്നവരെ, ഇങ്ങനെ നിലവിളിക്കുന്നവരെ ദൈവം സ്വതന്ത്രരാക്കും.
ദൈവം വിടുവിക്കും എന്നുള്ളതായ വിശ്വാസം. 37 സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം, നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. നാം ഭരമേൽപ്പിക്കുക, ആശ്രയിക്കുക, നിർവഹിക്കുന്നത് ദൈവമാണ്. തീർച്ചയായിട്ടും ദൈവം പ്രവർത്തിക്കും. നാം വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നാം വിശ്വസിച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കും. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ കരയുന്ന ഒരു പാപിയിലേക്ക്, ഇങ്ങനെ നിലവിളിക്കുന്ന, ഇങ്ങനെ സമർപ്പിക്കുന്ന, ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു പാപിയുടെ ഉള്ളിലേക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നാൽ സ്വാതന്ത്ര്യമായി. അതാണ് നാം വായിക്കുന്ന 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യവും റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ ആത്മാവുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നാൽ സ്വാതന്ത്ര്യമായി. റോമർക്ക് എഴുതിയ ലേഖനം 3:8-2 വായിക്കാം. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യം നാം അനുഭവിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം 2 ഫലങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, റോമർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യവും 6-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. റോമർ 6:18, 6:22. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നാൽ ഉടനെ നമ്മുടെ ഉള്ളിൽ നിന്നും സ്പോണ്ടേനിയസ് ആയിട്ട് സ്തുതി വരും, ആരാധന വരും. അടിമത്തത്തിൽ കടന്നാൽ സ്വാതന്ത്ര്യം ഇല്ലാതെ ഇരുന്നാൽ സ്തുതിയില്ല, ആരാധനയില്ല. അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചാൽ, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്ന് സ്വാതന്ത്ര്യം വരുത്തിയാൽ നമ്മുടെ ഉള്ളിൽ നിന്നും ആരാധന പുറപ്പെടും, സ്തുതി പുറപ്പെടും. റോമർ 6:22 കൂടെ വായിക്കാം. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം, ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മളെ വിശുദ്ധീകരിക്കും, നമ്മളെ രൂപാന്തരപ്പെടുത്തും, നമ്മളെ സ്വഭാവം മാറ്റും, ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ജഡസ്വഭാവം മാറ്റി നമ്മുടെ ആത്മസ്വഭാവങ്ങൾ ഒരാക്കി തീർക്കും. ക്രിസ്തുവിനോട് അനുരൂപരാക്കി നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കും. അതാണ് വിശുദ്ധീകരണം. ഈ വിശുദ്ധീകരണത്തിൻ്റെ അന്തമാണ് ആത്മരക്ഷ. ദൈവം നമ്മളെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി കറയും കളങ്കമില്ലാത്ത മണവാട്ടിയാക്കി അവൻ്റെ 2-ാമത്തെ വരവിൽ നമ്മെ ഒരുക്കി നിർത്തും. ദൈവത്തിന് സ്തോത്രം. ഈ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ ക്ഷണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് അനുതാപത്തോടെ, നിലവിളിയോടെ, സമർപ്പണത്തോടെ, വിശ്വാസത്തോടെ വരാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.